ധർമ്മസ്ഥലയിലെ ഡി ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കേസിൽ ഒരാൾ അറസ്റ്റിൽ. ധർമ്മസ്ഥല സ്വദേശി സോമനാഥ സഫല്യാണ് അറസ്റ്റിലായത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. ജസ്റ്റിസ് ഫോർ സൗജന്യ കൂട്ടായ്മയ്ക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ കന്നഡ ചാനലിലെ 3 മാധ്യമപ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ನೆಲಕ್ಕೆ ಪತ್ತಾತಿ ಹಾಕಿದೆ ಏರ್ನ ಕೈ ಹಾಕಿದೆ ಏರ್ ಗೊತ್ತುಜ್ಜಿ ಆಯ್ನ ಮೋನೆ ಹೆಂಗ್ ದೂರ കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ധർമ്മസ്ഥലയിൽ നിന്ന് ഓരോ ദിവസവും നമ്മൾ പുറത്തുവിടുന്നത് വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളും വിവരങ്ങളുമാണ്. ഇപ്പോഴിതാ ഡി ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായ ആളുകളെ കാണാം. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ഒരാളിലേക്ക് മാത്രം പോലീസിന് എത്താൻ സാധിച്ചത്? ഭവ്യ, വെരി ഗുഡ് മോർണിംഗ്. ആ ദൃശ്യം തന്നെ പറയും ഈ ഡി ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ്, അതിൻ്റെ തനിനിറം അത്രത്തോളം ക്രൂരമായാണ് മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായത്. 6ഓളം മാധ്യമപ്രവർത്തകർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാരകായുധങ്ങളുമായി എത്തി വാഹനങ്ങൾ ഉൾപ്പെടെ തകർക്കുന്നു, ക്യാമറ ഉൾപ്പെടെ തകർക്കുന്നു. ഒരു പ്രകോപനവുമില്ലാതെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുള്ള ഒരു ആക്രമണമാണിത്. അതായത് ഒരു ബിഗ് ബോസ് മുൻ താരത്തെ ഇന്റർവ്യൂ ചെയ്യുന്നതിനിടയിലാണ് ഒരു പ്രകോപനവുമില്ലാതെ ഈ സൗജന്യയുടെ വീട്ടിന് തൊട്ട് സമീപത്തുള്ള സ്ഥലത്ത് വന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ ആക്രമണം ചൂടുന്നത്. ഈ കേസിൽ 150 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരാളെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോമനാഥ എന്ന് പറയുന്ന ധർമ്മസ്ഥലയിലുള്ള ഒരാളെ, ആ ഒരാളെ മാത്രം ഈ കേസിൽ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ സംഭവം നടന്ന് 2ാമത്തെ ദിവസമായിരിക്കുന്നു. കൂടുതൽ അറസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ വലിയ പ്രതിഷേധം എന്തായാലും വരുന്നുണ്ട്. ഇന്നത്തെ തെരച്ചിലിലേക്ക് വന്നാൽ ഭവ്യ, വളരെ നിർണായകമാണ് ഇന്നത്തെ തെരച്ചിൽ. ഇന്ന് കൂടുതൽ പോലീസിനെ നമുക്കിവിടെ കാണാം. ഇത് പോയിന്റ് 13. ഈ പോയിന്റ് 13-ൽ 3 ദിവസമായി ഇതിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ നടത്തുന്ന തെരച്ചിലിന് ഈ SIT ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തുമെന്ന് പറയേണ്ടി വരും. ഇന്നലെ കഴിഞ്ഞ 2 ദിവസവും ഇവിടെ തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞാലും തെരച്ചിൽ നടത്താൻ എത്തിയിരുന്നില്ല. കാരണം ഇത് വലിയ തോതിൽ വിശദമായി പരിശോധിക്കാനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. ഈ സ്പോട്ടിൽ കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിച്ചു എന്ന് പറയുന്ന സ്ഥലമാണ്. കാരണം ഇത് ഈ ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്ന സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാത്രി പല നേരങ്ങളിലും ഇവിടെ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവന്ന് ഈ ഭാഗങ്ങളിൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 13 എന്ന് പറയുന്ന ഭാഗങ്ങളിൽ വ്യാപകമായി ഇവിടെ കുഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രധാനമായും ഇവിടെ ഒരു 6ഓളം സാക്ഷികൾ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ മൃതദേഹം ഇത്തരത്തിൽ കുഴിച്ചിടുന്നത്, അതായത് ശുചീകരണ തൊഴിലാളി ഈ പ്രദേശത്ത് മൃതദേഹം കുഴിച്ചിടുന്നത് കണ്ട 6ഓളം പേരും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു തെരച്ചിൽ ഇവിടെ ഉണ്ടാകും. ഒരു പക്ഷേ ഇന്ന് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഇവിടെ എത്തിച്ച് ഒരു പരിശോധന നടത്താനും ആലോചിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു വലിയ ഏരിയയാണ്. കഴിഞ്ഞ 1 മുതൽ 12 വരെ ഉണ്ടായിരുന്ന പോയിന്റ് പോലെയല്ല ഇത്. വലിയ ഏരിയയിലാണ് ഇതിപ്പോൾ റിബൺ ഇട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. പോലീസ് കൂടുതൽ പോലീസ് രാവിലെ 9 മണിയോടാകുമ്പോൾ തന്നെ ഇന്ന് കൂടുതൽ പോലീസിനെ വരുന്നതും കാണുന്നുണ്ട്. ഒരു പക്ഷേ 10 മണിയോടുകൂടി തന്നെ ഇന്ന് നേരത്തെ തന്നെ ഇവിടെ തെരച്ചിൽ ആരംഭിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇത് മറകെട്ടി ഇത് കാണാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ പോലീസാണ്, ശക്തമായ പോലീസാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാവിലെ 9 മണിക്കൊന്നും ഇവിടെ പോലീസ് എത്താറില്ല. പക്ഷേ ഇന്ന് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്, സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം വലിയ തോതിലുള്ള പ്രകോപനം ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. SITയുടെ അന്വേഷണം ഇന്നലെ ഇത് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഇതുവരെ കിട്ടിയ തെളിവുകൾ, ഇതുവരെ കിട്ടിയ ഈ പരിശോധനയിലുണ്ടായ മൃതദേഹ ആവശ്യങ്ങൾ ലഭിച്ച കാര്യങ്ങളൊക്കെ അത് ഇന്നലെ ചർച്ചയായി ഒരു അവലോകനം നടത്തി. അതുകൊണ്ട് തന്നെ ഇന്ന് കൃത്യമായ ഒരുക്കങ്ങളോടുകൂടി SIT പരിശോധന നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ പരിശോധന വളരെ നിർണായകമെന്ന് പറയേണ്ടി വരും. ഇത്
ഒന്നാം ഘട്ടത്തിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് കൂടിയാണ് ഈ 13 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ പരിശോധന, ഇത് പല ദിവസങ്ങളായി മാറ്റിവെച്ചതാണ് ഇവിടുത്തെ പരിശോധന. ഒരു പക്ഷേ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്താനായിരിക്കാം ഇതിങ്ങനെ മാറ്റിവെച്ചത്. എന്തായാലും ഇന്നത്തെ പരിശോധന നിർണായകമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 14ഉം 15ഉമാണ്. അതും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ 14ഉം 15ലും ഈ ആരോപണ വിധേയരായ വ്യക്തിയുടെ എസ്റ്റേറ്റുകളാണ്. ആ എസ്റ്റേറ്റുകളിൽ പരിശോധന നടത്തുമ്പോൾ എന്തൊക്കെ മൃതദേഹാവശങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ ലഭിക്കുന്നു, അതും വളരെ നിർണായകമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അതായത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഏറ്റവും പോയിന്റിലുള്ള തിരച്ചിലാണ്. ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോപണ വിധേയന്റെ എസ്റ്റേറ്റിലാണ് ഇനി തെരച്ചിൽ നടക്കാനുള്ളത്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ഈ ആക്രമണങ്ങളൊക്കെ അവിടേക്ക് എത്തരുത്, അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് അന്വേഷണം എത്തരുത് എന്നതിന് മുൻപ് ഈ കയ്യൂക്ക് കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നൊരു സംഭവമായിരിക്കില്ലേ ഒരു പക്ഷേ നേരത്തെ നടന്നത്. കാരണം ഡി ഗ്യാങ്ങിന്റെ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടു. അതിന് പിന്നിൽ ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് അന്വേഷണം പോവരുത്, അന്വേഷണ സംഘത്തെയും അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെയും വിലക്കുക, ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമായിരിക്കില്ലേ ബൈജു അതിന് പിന്നിൽ ഉണ്ടാവുക? തീർച്ചയായും ഭവ്യ, അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതായത് ഈ അന്വേഷണം വളരെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. കൂടുതൽ ആളുകൾ ഇവരുടെ നിരീക്ഷണത്തിലേക്ക് വരുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഇത് അട്ടിമറിക്കാൻ ഒരു പക്ഷേ ഇവിടെ ഒരു വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി ഈ അന്വേഷണം വഴിമുട്ടിക്കുക എന്ന ലക്ഷ്യമൊക്കെ ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സമയത്ത് ഇത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സംഘം എത്തിയതെന്ന് മനസ്സിലാക്കേണ്ടി വരും. അതിൽ നിന്നും ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റി ആളുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ജീവനോടെ രക്ഷപ്പെടാനായത്. അത്രത്തോളം മാരകമായ പരിക്കാണ് ഇവർക്ക് ഏറ്റിട്ടുണ്ടായത്. അതുമാത്രമല്ല, ഈ ആക്രമിക്കുന്ന സമയത്ത് ഇവർ ഈ അക്രമി സംഘത്തിൽപ്പെട്ടവർ പറയുന്നുണ്ടായിരുന്നത് ഇവിടെ ഒന്നല്ല നൂറിലധികം മൃതദേഹങ്ങൾ ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് പോലും അവർ ഇവരോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇത്തരം ആക്രമണം നടത്തിയതിനു ശേഷം സാധാരണ നമ്മൾ കാണാറുള്ളത് ആക്രമണം നടത്തിയ സംഘം അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ്. പക്ഷേ ഇവർ അവിടെ തന്നെ നിന്ന് ആക്രോശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സൗജന്യയുടെ വീട്ടിലേക്ക് പോകുന്ന ബോർഡുകൾ ഉൾപ്പെടെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു അമ്മ തൻ്റെ മകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നീതിക്കായി കാത്തിരിക്കുന്ന അമ്മ, ആ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അവരെ സന്ദർശിക്കാനെത്തിയ ആളുകളെ ആക്രമിക്കുക, അത്തരത്തിലുള്ള വളരെ മോശം പൈശാചികമായ രീതിയാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടക്കുന്നത്. ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു അഴിഞ്ഞാട്ടമൊക്കെ, ആ ഡി ഗ്യാങ്ങിന്റെ ഒരു അഴിഞ്ഞാട്ടമൊക്കെ ഉണ്ട്. അതേ രീതിയിലാണ് ഇപ്പോൾ വീണ്ടും തലപൊക്കി നിൽക്കുന്നത് ഈ ഒരു സംഘം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഡി ഗ്യാങ്ങിന് ഇങ്ങനെ അഴിഞ്ഞാടാനുള്ള ധൈര്യം കിട്ടുന്നത്? എവിടുന്നാണ്? പോലീസ് സംവിധാനങ്ങൾ ചുറ്റുമുള്ളപ്പോൾ എങ്ങനെയാണ് ഇവർ തലപൊക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. ഇവർക്ക് പിന്നിൽ ആര് എന്ന വലിയ പ്രസക്തമായ ചോദ്യം ബാക്കി നിൽക്കുന്നു. തീർച്ചയായും ധർമ്മസ്ഥല പോലീസിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ നമുക്ക് നീതി ലഭിക്കും എന്ന് ഇപ്പോഴും കരുതാൻ വയ്യ. ഇത് മംഗളൂരു കമ്മീഷണർ, മംഗളൂരു SP കെ അരുണാണ് കൃത്യമായി എത്തിയതിനു ശേഷമാണ് ഇവിടെ ഈ സമാധാനമുണ്ടായതും